ഇതൊക്കെ കാണണമെങ്കിലേ അയക്ക് വീണോണ്ട മോളെ. എന്ത് പെട്ടക്കണ ഇതൊരില്ല വാങ്ങിയാലോ. അപ്പോൾ ചങ്ങന്മാരെ നമ്മളെ റസ്വാന് ബീച്ചാട്ടത്, മാല സിറ്റിയിലെ റസ്വാന് ബീച്ച്. ഇവിടെയാണ് ഫിഷിങ് നടക്കുന്നൊരു സ്ഥലമുണ്ട്. ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കണ പരിപാടിയാണ്. ഇത് ഇവിടുത്തെ ലോക്കൽസാണ്. ഇവർക്ക് തന്നെ അവിടെ സ്ഥലം മതിയാണില്ല, പിന്നെ ഇങ്ങനെ നമ്മൾക്ക് ചൂണ്ടിടാൻ പറ്റും. കിടക്കണുണ്ടോ? ഇവിടുന്ന് പിടിക്കണ മീനൊക്കെ ഇവിടെ തന്നെ കൊടുക്കൂട്ടോ അവർ. മാക്സിമം അവർ കൊണ്ടുപോകും. കോളാർ വന്നാൽ കൊടുക്കും ചെയ്യും. വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഫ്രഷായിട്ട് പിടിക്കണ മീൻ കുറച്ച് റേറ്റ് കൂടുതലേക്കാരം. മാർക്കറ്റിലേക്കാളും കുറച്ച് റേറ്റ് കൂടുതലേക്കാരം. മാർക്കറ്റിലാണ് നല്ല റേറ്റ് കുറച്ചിട്ട് മീൻ കിട്ടുക. ആ കോണിമ കൂടെ ഇറങ്ങിയിട്ടാട്ടോ വലിയ മീനൊക്കെ കിട്ടിയാൽ ഇറങ്ങിയിട്ട് എടുക്കും, എന്നിട്ട് കൈയോടെ പൊക്കും മേലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ റസ്വാനു സൈഡിലുള്ള, മാല സിറ്റിയിലെ റസ്വാനു സൈഡിലുള്ള കാഴ്ചകളാണിത്. കുറച്ച് അപ്പുറത്ത് പോയാൽ കുളിക്കണ സ്ഥലവും ഇതൊക്കെ ഉണ്ട്, കുട്ടികളും എല്ലാവർക്കും കുളിക്കാം. ഈ സൈഡിലൊന്നും വലിയ തിരമാലൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഓളങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെയാണ് കുളിക്കണ സ്ഥലം. ഇവിടെ കുട്ടികളും ഫാമിലിയൊക്കെ വന്നുകൊണ്ട് നാട്ടുകാരെല്ലാവരും അധികം ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ് കുളിക്കുന്ന സ്ഥലം. ഇത് മാലയിലെ മാർക്കറ്റ് സൈഡാണ് കേട്ടോ. മാർക്കറ്റ് സൈഡിൽ വന്നാൽ മാർക്കറ്റത്തെ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്, അതായത് ഫിഷിൻ്റെ ഒക്കെ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. ഒരു വൈകിട്ട് 5 മണി ആയാൽ ഇവിടെ വന്നാൽ കാണാം. അത് കഴിക്കാൻ വേണ്ടി വരുന്ന തെരണ്ടികളാണിത്. ഇതിനെവിടെ പിടിക്കാൻ പറ്റൂല, അവിടെ ഇല്ലീഗലാണ്, കേസാവും പിടിക്കണ കണ്ടാൽ. ഇതിനെ പിടിച്ചിട്ട് കഴിക്കണ ഉണ്ട് ഐലൻഡിലൊക്കെ. ഇവിടെ കഴിക്കൂല, അവിടെ പിടിക്കണ കണ്ട അവനെ പൊക്കും. അങ്ങനെ ഇവിടെ പോകുമ്പോൾ കണ്ടതാണ്. ഇവിടെ വരുന്ന ആൾക്കാർ, ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവും ഇവിടെ കാണാൻ വരുന്നവർ. ഇതിപ്പം ഉള്ള ചൈനീസുകളാണ് ഇവിടെ ഉള്ളവരൊക്കെ. ചൈനക്കാരും അതേമാതിരി ബംഗാളീസ് മീൻസ് ബംഗ്ലാദേശികളാട്ടെ, നമ്മളെ നാട്ടിലെ കൊൽക്കത്തക്കാരല്ല. തെരണ്ടികളെ കണ്ടില്ലേ, അതാണ് സാധനങ്ങൾ. ഇതൊക്കെ നമ്മളെ നാട്ടിലാണെങ്കിൽ തൂക്കിയെടുത്തിട്ടുണ്ടാവും അവനൊക്കെ. എല്ലാവരും വീഡിയോ എടുക്കുകയാണ്. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ, ഇവിടേക്ക് കുറവാണ് വരുന്നവർ, എന്നാലും എല്ലാവരും ഐലൻഡിലേക്കാണ് പോവുക. ഇവിടെ കാണാൻ ഇതൊക്കെ തന്നെ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ച ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫിഷ്, ഉണക്കമീനൊക്കെ നല്ല അടിപൊളി സാധനം കിട്ടും ഇവിടുന്ന്. ഞാൻ വൈഫ് നാട്ടിൽ പോകുമ്പോൾ കൊടുത്തേക്കാൻ വേണ്ടി കുറച്ച് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നാട്ടിൽ കിട്ടാനിട്ടല്ല, പക്ഷേ ഇവിടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ഷാർക്കിനെ അതേപോലെ ഇവിടെ പിടിക്കാൻ പറ്റില്ല. ഷാർക്കിനെ പിടിച്ചാൽ അതേമാതിരി പിടിക്കണ പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഡ്രൈ ഫിഷ് ഇവിടെ കിട്ടും കേട്ടോ മാർക്കറ്റിൽ. അവർ നല്ല അടിയിൽ നിന്ന് എടുത്തു തരും. ഒക്കെ ഐലൻഡിൽ നിന്ന് ഉണക്കിയിട്ട് വരുന്നതാണ്. എന്നിട്ട് ഇതൊക്കെ ടൂണയാണ് കേട്ടോ. ടൂണയും അതുപോലെ തന്നെ വേറെ എല്ലാ ഡ്രൈ ഫിഷും ഇവിടെ കിട്ടും. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.